എല്ലാരും നിക്ക് എടാ ഈ ഫ്രണ്ടിൽ പോയി നിക്കണം അവിടെ നിങ്ങളുടെ ഇതായിട്ട് നിക്ക് ലൈനായിട്ട് നിക്കവിടെ. അയ്യോ അറിയാൻ പറ്റിയതാ. മെമ്പേഴ്സ് അല്ലേ, ഞാൻ കോഹ്ലിയുടെ അല്ലേ ഞാൻ ഇതിപ്പോ ആരാ പാറ്റോ ലീഡർ നടക്കിക്കുന്നു പാറ്റോടെ കാലാപ്പാനി. ആ കിട്ടി. പാറ്റോടെ കാലാപ്പന്നി പന്നിയായിരുന്നു. ഇതെന്താ വിൻസെൻസ് അവിടെ തിരിഞ്ഞിരിക്കുന്നേ? നമ്മുടെ ഓണ സെലിബ്രേഷൻ നമ്മളിവിടെ ഒരു ചെറിയ രീതിയിൽ നമ്മള് നടത്താണ്. സഫയർ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മെയിൻ ആളെന്നുള്ള രീതിക്ക് നമുക്ക് പാറ്റോനെ ആക്കാം, പ്രശ്നമില്ല. പരിപാടികളെ കുറിച്ച് പാറ്റോ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പരിപാടി എന്തുവാ? ഓണപ്പരിപാടി. ഓണത്തിനെ പറ്റി എന്തെങ്കിലും പറ. ഓണത്തിനെ പറ്റി 2 ഇത് പറയാം, ബാക്കി കലാപരിപാടി ഞാൻ പറഞ്ഞു. പാറ്റോ നീ ഓണം എങ്ങനെ വന്നു, ഓണം എന്ന സെലിബ്രേഷൻ എങ്ങനെ വന്നെന്ന് പറ. ഓണം എങ്ങനെ ഉണ്ടായെന്ന് മഹാബലിയെ ചവിട്ടി താച്ച് നല്ലത് ഇത് അറിയത്തില്ല. ഓണത്തെ പറ്റി നിനക്ക് അറിയാവുന്നത് പറഞ്ഞാ ഞാൻ പറയട്ടെ, അലക്സാണ്ടർ മറ്റേ ചാറ്റ് ജിപിടി ഒക്കെ നോക്കി പഠിച്ച സാധനം ഞാൻ പറയാൻ ഹലോ അലക്സന്റെ അവൻ പ്രിപ്പയർ ചെയ്തെന്ന് ചാറ്റ് ജിപിടി ഒക്കെ ഇംഗ്ലീഷ് സ്പീച്ച്. ഓ അവൻ എന്തോ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചവൻ. മലയാളത്തിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് മലയാളത്തിൽ പറയിപ്പിക്കാം. ഹലോ, എല്ലാവർക്കും കേൾക്കാവോ? ഹലോ, എന്റെ ഇവിടുത്തെ കർത്തവ്യം ഓണത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനാണ്. ഓണം മലയാളികളുടെ സ്വന്തം ഓണമായ ഇന്നല്ല ഓണാഘോഷം നമുക്ക് ഇന്നാണ്. അപ്പം ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മഹാബലിയെ വാമനൻ ചവിട്ടിത്താത്തിയ ദിവസമായി ആചരിക്കുന്നതാണ് ഓണം. ഓണത്തിൽ നമ്മൾ ദുഃഖം കൊള്ളുന്ന ദിവസമാണ്, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഓണത്തിന് നമ്മൾ ആഘോഷിക്കുന്നു, പുതിയ ഡ്രസ്സ് എടുക്കുന്നു, ഓണത്തിന് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നു. അതൊന്നും ചെയ്യരുത്. അത് ആഘോഷിക്കണത് ചവിട്ടി താത്തിയോണ്ടല്ല, കാണാൻ പറഞ്ഞോണ്ടാ ജനങ്ങളെ. പിന്നീട് ആണോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഔട്ട് ഓഫ് ദ ഡേ പറയാനുള്ളത്, റിലീസ് ചെയ്ത് കണ്ട എന്തായാലും ഞാൻ പറയുക, വാമനെ ചവിട്ടി താത്തിയത് നല്ലത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ആരും നല്ലത് ചെയ്യരുത്, ചവിട്ടിത്താത്തപ്പെടും കേട്ടെ. അതെവിടെന്നാ? ഇനി അടുത്തതായി അലക്സ് പറയൂ. കേൾക്കുന്നില്ല പോയി. കേൾക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ പോണ അത് ശരിക്കും പ്രോപ്പർ ആയിട്ടില്ല. ഇപ്പൊ കേക്കുന്നു. ബഹുമാന്യരായ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. കൈയടിക്കൂ.
കൈയടിക്കും ഏ, കൈയടിക്കും. ഏ, ഇന്ന് ഏ നമ്മൾ എല്ലാവരും ഇവിടെ ഒന്നിച്ച് കൂടിയത് കേരളത്തിന്റെ ദേശീയ ഉത്സാഹമായ ഓണം ആഘോഷിക്കാനാണ്. ഉത്സവം ഉത്സവം. ഉത്സവമായ ഓണം ആഘോഷിക്കാനാണ്. ചിങ്ങമാസത്തിലെ എനിക്ക് തിരുവോണം വിഷമമായി. നാളിലാണ് നമ്മൾ പ്രധാനമായും ഓണം ആഘോഷിക്കുന്നത്. ഒരാൾ പോയി. എന്റെ പവർ. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ ആണ് നമ്മൾ പ്രധാനമായും ഓണം ആഘോഷിക്കുന്നത്. ഇത് ഒരു വിലവേടിപ്പു ഉത്സവമാണ്. ഓണത്തിന് പിന്നിൽ നല്ലൊരു ഒറയും നല്ല ഓർമ്മകളും ഒരു വലിയ ഐതിഹ്യവും ഉണ്ട്. ഓക്കെ. നമ്മുടെ നാട് ഭരിച്ചിരുന്ന മഹാബലി രാജാവിന്റെ നല്ല നാളുകളുടെ ഓർമ്മകൾ ആണ് ഓണം. മാവേലി തമ്പുരാന് പ്രജകൾ എല്ലാവരും ഒരുപോലെ ആയിരുന്നു. അവരുടെ ക്ഷേമവും മോക്ഷമാണ് അതിന്റെ സന്തോഷം. മാവേലിയുടെ ആ നല്ല ഭരണകാലം വീണ്ടും ഓർമ്മിക്കാൻ അദ്ദേഹം തന്നെ കാണാൻ വരുന്ന ഒരു ദിവസമാണ് തിരുവോണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓണം നാട്ടിൽ എങ്ങും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും നിറങ്ങളാണ് നിൽക്കുന്നത്. അതം മുതൽ ഡബിൾ മുറ്റത്ത് പൂക്കളം ഇടുന്നു. തിരുവോണം നാളിൽ പുതു വസ്ത്രങ്ങൾ ധരിച്ചും രുചിച്ചുള്ള ഓണസദ്യ കഴിച്ചും നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നു. ജാതിയോ മതമോ എന്ന ബന്ധം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നാകേണ്ട സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. ഈ ഓണം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയും സമൃദ്ധിയും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആവാശയല്ലടാ കൊടല്. കൊള്ളാം. നൈസ്. അടുത്ത വിൻസെൻസോ. നല്ലൊരു പാട്ട്. വിൻസെൻസോ കൈകെട്ടി നിക്കാതെ. ഹലോ ചോറ് തിന്നാൻ പോയാ നിന്നിട്ട്. കത്തിയല്ല മൈക്ക്. കത്തിയൊക്കെ വെച്ച് വേറെ പൂളാനാട്ടാ. പറ്റോ മാറിയോ? മറ്റേ നമുക്ക് മാറിക്കാം. ആക്ച്വലി ക്യൂട്ട് പൂക്കി. ഹലോ എന്താ പറയണ്ടേ? പാട്ട്
പാട്ടൊന്നും ഇപ്പില്ല, ഇത് തുടങ്ങിയ പാട് പാട്ടാ. ഏ എന്നാ പ്രസംഗം പറ പ്രസംഗം. ഓണത്തെ പറ്റി. പ്രസംഗം. നിന്റെ ഒരു നിന്റെ ജ- പോയിന്റ് ആ. ഒന്ന് വിഷയം പറ ഓണത്തെ പറ്റി. ആ ഓക്കെ, ഓണത്തെ പറ്റിയല്ലേ? അപ്പോ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ 2058 ഒരു മുണ്ടൊക്കെ എടുത്തോ. ബഹുമാനപ്പെട്ട ലീഡറെ, കോ ലീഡറെ, കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം. ജാതി മത ഭേദ വർഗ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. ഇതല്ല ഞാൻ പറഞ്ഞേ. ഇല്ല, ഇല്ല. രണ്ട് ChatGPT ആണ്. സെയിം ഇതാണ് സെർച്ച് ചെയ്തത് രണ്ടും കൂടി. ഇല്ല, ഇല്ല, അല്ല, അത് സ്റ്റാർട്ടിങ് പറഞ്ഞ ഞാൻ ഒരു മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ബാക്കി പറ. കണ്ടിന്യൂ. ഓക്കെ. മഹാബലി രാജാവിന്റെ കാലത്ത് എല്ലാരും സന്തോഷത്തോടെയും സമത്വത്തോടെയും ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണ് ഓണമായി ആഘോഷിക്കുന്നത്. മെസ്സേജ് ഉണ്ട്. പൂക്കളം ഒരുക്കി ഓണക്കളികൾ കളിച്ചും ഓണസദ്യ കഴിച്ചും കുടുംബത്തോടും സുഹൃത്തുക്കളോടും നമ്മൾ ഒത്തുചേരുന്ന ഒരു ദിവസമാണ് ഓണം. അതെ വാ. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. ഈ ഓണത്തിന് എല്ലാരും സദ്യ കഴിച്ചും ജവാനടിച്ചും ആഘോഷിക്കേണ്ടതാണ്. ജവാൻ അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. നൈസ്. ഞാൻ അടുത്തത് കുറുക്കൻ. കുട്ട എക്സ്റ്റാറ്റിൽ ഒരു ഇതേ എല്ലാരോടും വരാൻ പറ. മുണ്ട് കൈ നിക്കൂല. കൈ നിക്കത്തില്ല മാത്രല്ല ഗണ്ണിന് പണി ഉണ്ടാകും. കാറ്റ വയ്ക്കാൻ പറ്റുമോ? കൈക്ക് പണി ഉണ്ടാക്കും. എന്റെ സഹോദരങ്ങളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. നമ്മുടെ ഓണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതലും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അത് നമ്മുടെ പാവപ്പെട്ട മാവേലി അണ്ണനെ ഒരു ചവിട്ടി താത്തിയായിരുന്നു പണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞ് വർഷാവർഷം നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ മാവേലി അണ്ണൻ വരുന്ന ദിവസം. അപ്പോൾ ആ ദിവസം എല്ലാവരും സന്തോഷമായി പുതു ഉടുപ്പൊക്കെ ഇട്ട് സദ്യയൊക്കെ വെച്ച് ആഘോഷിച്ചു വരുന്നു. ഇനിയും അത് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദി, നമസ്കാരം. ഓക്കെ, കൊള്ളാം. അടുത്ത പാറ്റോടെ വകെ ഒരു പാറ്റോ. 2 വണ്ടി. അടുത്തത് ഞാൻ പറയാം. പാറ്റോ അടുത്തതായിട്ട് ഇവിടത്തെ എന്താ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ ഒരു ഓണം എങ്ങനെയായിരിക്കും, ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അത് എങ്ങനെ ആയിരിക്കണം എന്ന് പാറ്റോയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയാം. കപ്പിൾസിന്റെ ഓണം എങ്ങനെ ആയിരിക്കും ഇവിടെ നീ നമ്മളെ അമ്മായിയുണ്ട്. പറയണം. സോറി ഞാൻ സിംഗിൾ ആണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതാ നമ്മളെ പറയാ. അമ്മായിയുണ്ട്. നീ കമ്മിറ്റഡ് ആവുമ്പോ അല്ലെങ്കിൽ പാറ്റോന്റെ കൂടെ. ഞാൻ പറയാ, നീ കമ്മിറ്റഡ് ആവുമ്പോ എന്തോന്നാ നിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ. അതില് ജസ്റ്റ് ഒരു ഇല്ല ഞാൻ ഓണത്തിനെ പറ്റി പറഞ്ഞോളാം. എടാ വിൻസെന്തോ ചേച്ചിനെ വിളിക്കുക. എവിടെ ചേച്ചിയാണ്? കാറ്റിയും കൊണ്ടിയൊന്നുമില്ല, ഇത് ഓണപരിപാടിയാണ്. അയ്യോ, പോലീഡറാണെന്ന് അതാ അറിഞ്ഞൂടന്ന്. എടാ മൈക്രോഫോൺ നടിയടാ. അതന്നെ. ആരെ കെട്ടിക്കാനാണ് ഇത് ഉണ്ടാക്കിയത്? പറഞ്ഞോ. ഹലോ, എല്ലാവർക്കും കേക്കാവോ? ഒരു സെക്കൻഡ്. റീഫ്രഷ് ചെയ്യണേ, നെറ്റ് സ്ലോ ആണ്. റീഫ്രഷ് ചെയ്താ ഞാൻ പണ്ടേ പറഞ്ഞു BSNL മാറ്റാൻ.
ഒരു സെക്കൻഡ് എടുത്ത് വരുന്ന അവസ്ഥയ്ക്ക് അല്ല എടുത്തപ്പോ തുണ്ടാന്ന് വന്ന വേറൊരാളൊന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് അതാ കണ്ട. അപ്പൊ അടുത്തായിട്ട് ആരാ എല്ലാരും പറഞ്ഞില്ലേ ഇത് ആരുടെ ബാക്കില് വടി ആയിട്ടിരിക്കുന്നത്? വിൻസെൻസോ വിക്കി ദാസിന്റെ വിക്കി അടുത്ത വിക്കി വരാൻ പറ. വിക്കി ടോബി എവിടെ? എത്തിയില്ല. ടോബി എവിടെ? ടോബി പേര് ഏറ്റവും ഫ്രണ്ടിലോട്ട് നിൽക്കാൻ അപ്പൊ വിക്കി എവിടെ? ബേബിയല്ലേ കറക്റ്റ് കാരണം ഇല്ല പച്ച വിക്കിയാലോ? ഇയാളാ? അത് ഞാൻ എന്ത് പറയണം? ഓണത്തെ പറ്റി പറഞ്ഞോ. നമുക്ക് ഓണത്തല്ലേ വേണ്ടേ? ലാസ്റ്റ് ഇവിടെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചു പിരിഞ്ഞ് വീട്ടിൽ പോവാം ഓക്കെ അത്ര വിക്കി, ഓണത്തെ പറ്റി വിക്കി. ആ യോ. ഓണമെന്ന് പറയുന്നത് അറിയണ്ടേ? നമ്മള് ഓണപ്പൊടി വാങ്ങുക, സദ്യ കഴിക്കുക, എന്തെന്നാ അടിക്കുക, വന്നു അത്ര എവിടെങ്കിലും ആ പരിപാടി ഉണ്ട്, പരിപാടിക്ക് പോകും. അതാണ് നമ്മുടെ ഓണം. അപ്പൊ അത്ര ഉള്ളു വിക്കി. വിക്കി എനിക്ക് ചുരുക്കി അതുപോലെ രണ്ടു വാക്കേ പറയുള്ളൂ. ഓക്കെ പറയാം. ഈ വർഷത്തെ ഓണ സെലിബ്രേഷന് നമുക്ക് നല്ല മെമ്മറീസ് ഒന്നും ഇല്ല. ഇപ്പൊ തന്നെ നമ്മളൊരു സെലിബ്രേഷന് വിളിച്ചിട്ട് ആകെപ്പാടെ 8 പേരാണുള്ളത്. പാറ്റയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയട്ടെ വിളിക്കാൻ 9 പേരായില്ലേ? ഞാൻ പറയട്ടെ. നമ്മളിനിയിപ്പോ അടുത്ത ഓണത്തിന് നമ്മളെല്ലാരും ഒന്നിച്ചാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. യോജിക്കുന്നു. മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിക്കണം. അതെ. അത് എന്തുദ്ദേശിച്ച വെച്ചാല് പാറ്റൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ ഇവിടെ എല്ലാരും കാണണം. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോ സീരിയസ് ആയിട്ട് പറഞ്ഞു. അതെ ഞാൻ സീരിയസ് നമ്മള് നല്ല ഡൗൺ ആണ്. എല്ലാരും കൂടെ ഒന്ന് വിചാരിച്ച പല ഗ്യാങ്സിനേക്കാളും ബെറ്റർ ആവാൻ പറ്റും. ഒരു വയസ്സായോ എടുക്കാം. എടാ ഇന്ന് വരാത്തവരൊക്കെ കാര്യം എന്താ ചോദിക്കാൻ കേട്ടാ. ഇന്ന് വരാത്തവർക്ക് നമ്മൾ കഠിനാധ്വാനവും നല്ലൊരു പണിഷ്മെന്റും കൊടുക്കും. അതെ അടുത്ത ഓണ സെലിബ്രേഷൻ ഇതിന്ന് ബെറ്റർ ആയിരിക്കട്ടെ. രണ്ട് വെള്ളം അടിക്കട്ടെ. ഇനി ഓണത്തെ പറ്റി ഞാൻ വേണമെങ്കിൽ 2 വാക്ക് പറയാം. ഓണം എന്ന് പറയുമ്പോ സാധാരണ നമ്മളെല്ലാരും ഓഗസ്റ്റ് മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ചില സമയത്ത് സെപ്റ്റംബർ വരും. അതുപോലെ ഒരു മാറ്റമാണ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കണ്ടുവരുന്നത്. ആദ്യം കുറെ പേരുണ്ടാവും, പിന്നെ അതിനേശം ഇങ്ങനെ കുറച്ച് പേരാവും, അങ്ങനെ മാറി മാറി. നമുക്കിനി വേണ്ടത് സ്ഥിരമായിട്ട് നമ്മളെ ബർത്ത്ഡേ വരുന്ന മാതിരി ഏത് വർഷം വന്നാലും ഒരു ദിവസം വന്ന രീതിയിൽ എല്ലാരും ഇവിടെ നിറഞ്ഞു നിൽക്കണം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. അതെ അവനെ ആരെങ്കിലും ഒന്ന് പിടിച്ചോണേ. മൈൻഡ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഓണം എന്ന് പറയുമ്പോ എനിക്ക് എന്റെ പണ്ട് കുറച്ചു നാൾ മുമ്പ് എനിക്ക് ഓണം എന്താന്ന് അറിയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കുപ്പിയും കൊണ്ട് വരുമ്പോഴാ. അതെ. പിന്നെ ഓണം എന്നാന്ന് പോലും ഒരു ബോധം ഉണ്ടാവൂല. ഇടയ്ക്ക് എപ്പോഴോ ആ ഒരു കൂട്ടുകാരനെ എനിക്ക് നഷ്ടമായി. അതില് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. അതുപോലെ തന്നെ അവരും എവിടെയോ മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഹാപ്പിയാണ്. ഒരാളെ ദുഃഖത്തില് സന്തോഷിക്കാൻ പാടില്ല. അതെ. ഇനി ഓണായിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് അറിവുകൾ പകർന്നു തരാം. ഓക്കെ. അലക്സിനോട് ഒരു ക്വസ്റ്റ്യൻ പറയാം, അതിന്റെ ആൻസർ അലക്സിന് പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മല്ലികാർജുന ക്ഷേത്രം എവിടെയാണ്?
കൊച്ചി. തിരുവനന്തപുരം. ഒരു സ്ഥലത്താണ് ആ സാധനം ഇരിക്കണത്, പല സ്ഥലത്തല്ല. ബ്രാഞ്ച് ഒന്നും ഇല്ല ഇതിന്, ഒറ്റതുള്ളൂ. ഓപ്ഷൻ ഓപ്ഷനാ ഓപ്ഷൻ 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 തരാ. ഇതിയ കോടീശ്വരൻ പരിപാടി അല്ല, നിനക്ക് അറിയെങ്കിൽ പറ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ലില്ല. ഇത് ഓഫാ. ഇതിനെ എവിടെ കൊണ്ടുവരണ്ടേ? അവിടെ എവിടെയെങ്കിലും ഇട്ടോ? അതിന് വല്ല വെള്ളത്തിലിട്. വെള്ളത്തിൽ കൊണ്ടേ ബുക്ക്, വെള്ളത്തിൽ കൊണ്ടേ കളഞ്ഞു ആവശ്യമില്ലാത്തതാ. നിന്റെ നാടെവിടെ? ആ? നിന്റെ നാടെവിടെ? കാസർഗോഡ്. കാസർഗോഡ്. കാസർഗോഡ് നിന്റെ നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണത്. ഞങ്ങക്ക് എന്റെ അപ്പുറത്തുള്ള നാട്ടില് വേറെ അറിയില്ല, പിന്നല്ലേ. അവന്റെ വീടിന്റെ അപ്പുറത്ത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ അറിയത്തില്ല. അതെ. ശരി. പിന്നെ എടാ അടുത്ത വേണ്ടി പറഞ്ഞു ചോദിക്കാം. ഇത് കുറുക്കനോട് രാമനാട്ടത്തെ പരിഷ്കരിച്ച് രൂപം നൽകിയ കലാരൂപം ഏത്? ഞാൻ പറയാം. രാമനാട്ടത്തെ കഥകളി. ഓണാക്കി വെച്ചിട്ടുണ്ട്. വിവരമില്ലാതെ വിചാരിച്ചോ? ശരിയാണ്. എനിക്കറിയാം. രാമനാട്ടം കഥകളിയിലേ ഉള്ളൂ, അല്ലാണ്ട് അതെ. ഏതാ അറിവുള്ളവരാണോ വിൻസെന്റ് സോദി? അത് കൊള്ളാം. അത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത് വേണമെങ്കിൽ അല്ല, കുറുക്കനോട് പറഞ്ഞോട് ചോദിക്കാം. എന്നോട്. അതെ. ദർശനമാല കേട്ടില്ല. ദർശനമാല രചിച്ചത് ആര്? ഇത് 10ന്റെ ലേബറിലേക്ക് അത്യാവശ്യം. ദർശനമാല രചിച്ചത് ആര്? ആർക്കെങ്കിലും അറിയോ? രചിച്ച വ്യക്തി ആര്? ഞാൻ പറയട്ടെ, ശ്രീനാരായണ സിമ്പിളാണ്. നോക്കിയാൽ നീ ഫോണെ കൊണ്ടെടുത്ത് മാറ്റി വെച്ചേ. അവൻ പറയട്ടെ. അവനറിയാൻ പറയട്ടെ. അവൻ പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു പറഞ്ഞു. പറഞ്ഞോ? ഉത്തരം എന്റെ അതെ. അതാണ്. ഞാൻ പറഞ്ഞായിരുന്നു മൈക്കൊക്കെ. ഗാന്ധിജിയും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം? വർക്കല ക്ലിഫ്. വർക്കല അത് തന്നെ അല്ലേ? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം? കോറമംഗലം മറ്റേ ബാംഗ്ലൂരിലാണ്. എന്താണത്? വർക്കല പറഞ്ഞവര്. വർക്കലല്ല, ശിവഗിരി. വർക്കലാണത്. അതെ, തിരുവനന്തപുരം. ശിവഗിരിയിലാണ് വർക്കല. ഓക്കെ. എന്നാ അടുത്ത ആളെടുത്ത് ചോദിക്കാം. ടോബി ടോബിയോടെ ടോബി. അടുത്ത ടോബി എടുത്ത് ചോദിക്കാം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1925 കേരളം സന്ദർശിച്ചത്? മറ്റേ അത് ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്തിന്റെ പേരായിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ നിനക്ക് ഒരു ക്ലൂ സത്യം. ക്ലൂ പറ. ബുക്ക് കൊടുത്തല്ലേ? ഒരു സ്ഥലം. ഒരു വൈക്കം സത്യാഗ്രഹം കേട്ടിനാ? ലേബറിന്റെ പഠിക്കുക. ഇതെല്ലാം നമ്മള് കഴിഞ്ഞ പോലെ +1 +2 പൊളിറ്റിക്സ് ആയിരുന്നു. ഇനി അടുത്ത എക്സ് എടുത്ത് ചോദിക്കട്ടെ. സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? കേരളം.
സർക്കാർ സംസ്ഥാനാണ് സ്കൂളിൽ കേരള രാജ്യാന്ന്. എടാ സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? കേരളം. ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ട് ആ ഇതില്. സംസ്ഥാനം എങ്ങനെ കേരള ഇതാണ്? സംസ്ഥാനം ഏത്?